ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ആസിഫ് അലി നായകനായ കെട്ടിയോളാണ് എൻ്റെ മാലാക, മമ്മൂട്ടി നായകനായ റോർഷാഗ് ചെയ്ത സംവിധായകനാണ് നിസാം ബഷീർ. പുള്ളിയുടെ അടുത്ത പ്രൊമിസിംഗ് പ്രൊജക്റ്റുകളിൽ ഒന്നാണ് പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഐ നോബഡി. വളരെ പ്രതീക്ഷയിൽ വരുന്ന ഒരു ചിത്രമാണ്. അതിൻ്റെ ടീസർ നാളെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. നാളെ മെയ് 1 മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ പാട്രിയോട്ട് റിലീസ് ചെയ്യുമ്പോൾ പാട്രിയോട്ട് കളിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും പാട്രിയോട്ട് കളിക്കുന്ന തിയേറ്റേഴ്സിൽ വെച്ചായിരിക്കും ടീസർ റിലീസ് ചെയ്യുന്നത് ഐ നോബഡിയുടെ. വളരെ പ്രതീക്ഷയോടെ സിനിമാ പ്രേക്ഷകരും പൃഥ്വിരാജിനെ ഇഷ്ടമുള്ളവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടാണ് ഐ നോബഡി. പ്രത്യേകിച്ച് അതിൽ ഡയറക്ടർ തന്നെയാണ് കെട്ടിയോളാണ് എൻ്റെ മാലാക. ആൻഡ് റോർഷാഗ് കണ്ടവർക്കറിയാം പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, ആ ഒരു കോണ്ടന്റ് മേക്കിംഗ് അതൊക്കെ വരുമ്പോൾ ഐ നോബഡിയും അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമാവുകയാണ്. പൃഥ്വിരാജ് സുകുമാരനൊപ്പം പാർവതി തിരുവോത്താണ് ഈ സിനിമയിൽ നായിക വേഷത്തിലെത്തുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് പാർവതി മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു സുപ്രധാന വേഷങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത്. ഇതുകൂടാതെ തന്നെ മറ്റു വലിയൊരു സപ്പോർട്ടിംഗ് കാസ്റ്റ് ചെയ്യുന്ന സിനിമയിലുണ്ട്. ഹക്കീം ഷാജഹാൻ, അർജുൻ അശോകൻ, ലുക്കുമാൻ അവരൻ, ഗണപതിയുണ്ട്, വിനയ് ഫോർട്ട്, അങ്ങനെ വലിയൊരു യങ് സ്റ്റാർ സ്റ്റഡഡ് കാസ്റ്റ് തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഇതൊരു ഇൻറ്റൻസ് ക്യാരക്ടർ ഡ്രിവൺ ഡ്രാമയായിട്ടാണ് പറയുന്നത്. ആൻഡ് സമീർ അബ്ദുള്ളാണ് ഇതിൻ്റെ റിട്ടണും കാര്യങ്ങളും ചെയ്യുന്നത്. ആൻഡ് ഹർഷവർദ്ധൻ അനിമലിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക്കും അത് ഒരു നല്ല നിലയിലുള്ള ഒരു സാധനം വരാനാണ് ചാൻസുകളും കൂടുതൽ. ആൻഡ് ഇതിൻ്റെ പ്രൊഡക്ഷൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് തന്നെയാണ്. സുപ്രിയ മേനോൻ പ്രസൻസ് ഒക്കെയാണ് വരുന്നത്. ആൻഡ് ഈ സിനിമ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു അവൈറ്റഡ് ആവുന്നതെന്ന് ചോദിച്ചാൽ ഈ സിനിമയിലുള്ള ഒരു ഡയറക്ടറിനോടുള്ള ഒരു വിശ്വാസം തന്നെയാണ്. പ്രത്യേകിച്ച് റോർഷാഗ് കഴിഞ്ഞു വരുന്ന ഒരു ഇത്. ആൻഡ് ഐ നോബഡിയെ കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഐ നോബഡിയുടെ ആ ഒരു ക്യാരക്ടർ പ്ലോട്ട്, ആ ഒരു തീം എന്താണെന്ന്, അതിനൊരു മണി ഹൈസ്റ്റ് മെറ്റീരിയലായിട്ട് പോലെയും റോബറി സാധനങ്ങളുമായിട്ടും ഈ സിനിമയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്ലോട്ടുകളും കാര്യമുണ്ടെന്ന് പറയുന്നു. ആൻഡ് പാർവതി തിരുവോത്തിൻ്റെയിലും ഇതുപോലെ ഇൻ്റർവ്യൂ ചോദിച്ചപ്പോഴും പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ സാധനങ്ങളും വരുന്ന ഒരു നല്ലൊരു മലയാള സിനിമ കാണാത്തവർക്കിടയിലും പടമായിരിക്കും ഐ നോബഡി എന്നും പറയുന്നു. കാരണം ഒരു വെറൈറ്റി ചാപ്റ്ററിലേക്ക് വരുമ്പം പൃഥ്വിരാജിനെ നമുക്കറിയാം, വെറൈറ്റി ചാപ്റ്റർ നന്നായിട്ട് എടുക്കുന്ന, വെർസറ്റൈൽ സ്റ്റോറികൾ നന്നായിട്ട് എടുക്കുന്ന ഒരു നടനും കൂടെയാണ്. നമ്മൾ നയൻ, ആദം, ജോൺ, എത്ര പടങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പൃഥ്വിരാജ് ഈ ഐ നോബഡി, പൃഥ്വിരാജിന് ആ ക്യാരക്ടർ വരുമ്പോൾ പൃഥ്വിരാജ് ചെയ്യുന്ന ആ ഒരു രീതി, പുള്ളോട്ട് ചെയ്യുന്ന ഒരു രീതി വളരെ സൂപ്പറാണ്. ഇപ്പോൾ തന്നെ ഖലീഫയുടെ ഷൂട്ടിംഗ് ഇരിക്കുക, ഖലീഫയ്ക്ക് മുമ്പ് തിരിവെളുത്താൻ വേണ്ടിയിട്ട് വരുന്നത് ഐ നോബഡിയാണ്. അപ്പോൾ നാളെ മെയ് 1 പാട്രിയോട്ട് കളിക്കുന്ന തിയേറ്ററുകളിലായിരിക്കും ഐ നോബഡിയുടെ ടീസർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ സമയത്ത് യൂട്യൂബിലും റിലീസ് ചെയ്യും, അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് വളരെ എക്സ്പെക്റ്റേഷൻസിലാണ് എന്താണ് നിസാം ബഷീർ പൃഥ്വിരാജിനെ കൊണ്ട്, അല്ലെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ആ ഒരു ക്യാരക്ടർ ഡ്രിവനായിട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടീസറാണ്. മിക്കവാറും ഒരു ക്വാളിറ്റി ടീസർ വരാൻ തന്നെയാണ് സാധ്യത. കാരണം അതിൻ്റെ പോസ്റ്ററിൽ തന്നെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. അതിൽ വന്ന ഐ നോബഡിയുടെ വന്ന ഒരു പോസ്റ്റേഴ്സിലും കാര്യങ്ങളും നോക്കുമ്പോൾ അതിൽ ആരെയും കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ ഐ നോബഡി എന്ന പേര് കാണിക്കുന്നതുകൊണ്ട് ചിലപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോസ്റ്ററും കാര്യങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത്. ആരെയും അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നാളെയാണ് ടീസർ റിലീസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. മിക്കവാറും ഒരു നല്ലൊരു ടീസർ വരാൻ തന്നെയാണ്, ഒരു ക്വാളിറ്റി സാധനം വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം മേക്കർ നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടെയാണ് ഐ നോബഡി. നോക്കാം, നമുക്ക് നാളെ പാട്രിയോട്ട് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ റിവ്യൂയോടും മറക്കാതെ റിവ്യൂവും കൂടെ കണ്ടേക്ക്. ആൻഡ് ഐ നോബഡി ടീസറിൻ്റെ റിയാക്ഷനോട് അപ്പോൾ മറക്കാതെ അതും കൂടെ കണ്ടേക്ക്. ആൻഡ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നാളെ ഐ നോബഡി ടീസർ.